ലൈവിൽ ഇപ്പോൾ പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ ഓരോ കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. അങ്ങനെ അല്പസമയം മുന്നേ ജാസ്മിൻ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ചിരുത്തി ഒരു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ സിബിന്റെ അടുത്ത് പറയുന്നു, നിന്റെ ഭാഗത്ത് ഉണ്ടായ തെറ്റുകളെല്ലാം ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്തു തരാം. അപ്പോൾ അത് കേട്ട് സിബിൻ പറയുന്നു, എന്റെ തെറ്റുകൾ ജാസ്മിൻ ചൂണ്ടിക്കാണിച്ച് ശരിയാക്കേണ്ട കാര്യമില്ല. അതുമല്ല, നീ അത് ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ ഇവിടെയുള്ള എല്ലാവരും എനിക്കെതിരാവും എന്ന രീതിയിലാണ് സിബിനോട് സംസാരിച്ചത്. ഒടുവിൽ ഇപ്പോൾ ഗബ്രിയുടെ അടുത്ത് പൊട്ടിക്കറിയുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. അങ്ങനെ ജാസ്മിൻ പറയുന്നടാ ഗബ്രി, എനിക്ക് പറ്റുന്നില്ലടാ, ആരും എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്കുമില്ല വിഷമങ്ങളെല്ലാം, എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നു, എനിക്കിവിടെ മടുത്തെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ പൊട്ടിക്കറിയുമ്പോ ഗബ്രി പറയുന്നുണ്ട്, ഇപ്പോൾ നീ തളർന്നു പോയാൽ പിന്നെ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയും നിനക്ക് സമയമുണ്ട് നിന്നെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇപ്പോൾ വെറും 1 മാസം മാത്രമാണ് ആയത്, ഇനിയുമുണ്ട് 2 മാസം. അപ്പോൾ ജാസ്മിൻ പറയുന്നു, എടാ ഗബ്രി, എനിക്കിനി പറ്റുന്നില്ല, ഞാൻ കിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ കരച്ചിൽ പോലും പുറത്തെ ആളുകൾക്ക് പുച്ഛമാവും തോന്നുന്നുണ്ടാവുക. ഞാൻ എന്താണ് ഗബ്രി ഇവിടെ ഇത്രമാത്രം ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നീ കിറ്റ് ചെയ്താൽ ഞാനും നിന്റെ കൂടെ കിറ്റ് ചെയ്യും, നീ ഇല്ലാതെ ഞാൻ ഇവിടെ നിൽക്കില്ല. അതുപോലെ തന്നെ നീ ഇവിടെ ഗെയിം കളിച്ചിട്ടില്ലെങ്കിൽ ഞാനും അവിടെ ഗെയിം കളിക്കില്ല എന്നെല്ലാം ഗബ്രിയോട് പറയുന്നു. അപ്പോൾ ജാസ്മിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗബ്രിയുടെ തോളത്തെല്ലാം കിടന്ന് പറയുന്നു, എന്റെ ഫീലിംഗ്സ് ആരും എന്താ മനസ്സിലാക്കുന്നത്? എനിക്കുമുണ്ട് വിഷമിക്കുന്ന ഒരു ഹൃദയം, ചവിട്ടി താത്തുന്നതിനും ഒരു പരിധിയില്ലേ ഗബ്രി, എനിക്കിനി പറ്റുന്നില്ലെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും ജാസ്മിൻ കിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.